ആ ആ സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. മതി മതി. സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മെ രക്ഷിച്ച് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. സ്തോത്രം. സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. അതെ, വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഉൽപ്പത്തി പുസ്തകത്തിലെ പല കാര്യങ്ങളും വെളിപ്പാട് പുസ്തകം വരുമ്പോൾ പിന്നില്ല, അവസാനിക്കുക. ആരംഭം ഈ പുസ്തകത്തില, അവസാനം വെളിപ്പാട് പുസ്തകത്തില. ഉൽപ്പത്തി പുസ്തകത്തില് നമുക്കറിയാം പാപം പ്രവേശിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ പാപവും പാപത്തിന് കാരണമായ സകലതിനെയും പിടിച്ച് തകർക്കുക, ഇല്ലായ്മ വരുത്തുക. ഉൽപ്പത്തി പുസ്തകത്തിലെ മരണം പ്രവേശിച്ചു. വെളിപ്പാട് പുസ്തകം വരുമ്പോൾ ഇനി മരണം ഇല്ല, ഉണ്ടാകയില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ കഷ്ടതയും ശാപവും ഒക്കെ പ്രവേശിച്ചു. അത് വെളിപ്പാട് പുസ്തകം ഇനി ഒരു ശാപവും ഉണ്ടാകില്ല. അപ്പോൾ അതിലെ ആരംഭം പലതും ഇവിടെ വന്നപ്പോൾ അവസാനിച്ചു. ഇത് തമ്മിൽ വളരെ ബന്ധമുള്ള പുസ്തകമാണ്. ഈ രണ്ട് പുസ്തകവും ചിലരങ്ങനെ വായിക്കാറുമില്ല. അതിന് പല കാരണങ്ങളുണ്ട്, ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ദൈവത്തിന് മഹത്വം. 22 അധ്യായങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. വേഗത്തിൽ പഠിക്കാൻ ഓരോ അധ്യായവും തരംതിരിച്ച് പെട്ടെന്ന് പഠിക്കാറുണ്ട്. 1-ാം അധ്യായത്തിലെ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, 2-3 അധ്യായം നമുക്കറിയാം 7 സഭയ്ക്കുള്ള ദൂത്. 4-ാം അധ്യായത്തിലെ സഭ സ്വർഗത്തിൽ, 5-ാം അധ്യായം വീണ്ടെടുപ്പിന്റെ ഗാനം. 6-ാം അധ്യായത്തിലെ 7 മുദ്രയിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. 7-ാം അധ്യായത്തിൽ മുദ്രിതന്മാരാകുന്ന 144,000 പേര്. 8-ാം അധ്യായത്തിൽ 7 മുദ്ര പൊട്ടിക്കുന്നതും ശേഷമുള്ള കാര്യങ്ങൾ 8-ൽ പഠിക്കുന്നു. 9-ാം അധ്യായം ആമേൻ യൂഫ്രട്ടീസ് നദീതീരത്ത് നിൽക്കുന്ന ദൂതന്മാരെ പറ്റി പഠിക്കുന്നു. 10-ാം അധ്യായം ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11 2 സാക്ഷികളാണ്. 12-ാം അധ്യായം സൂര്യധാരണയായ ഒരു സ്ത്രീയെ ദർശിക്കുന്നു. 13-ാം അധ്യായം ഘോരവും ഭയങ്കരമായ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 14-ാം അധ്യായത്തിലെ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേര്. 15-ാം അധ്യായത്തിൽ പാട്ട് പാടുന്നു വീണ പിടിച്ചു വൈണികന്മാർ. 16-ാം അധ്യായത്തിൽ 7 ക്രോധകലശം കൊണ്ട് ഒഴിക്കുന്നു. 17-ാം അധ്യായം എതിർക്രിസ്തുവിന്റെ മണവാട്ടി. 18-ാം അധ്യായം വാണിജ്യ ബാബിലോണിന്റെ അധപതനം 1 മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകുന്നു. 19-ാം അധ്യായം കുഞ്ഞാടിന്റെ കല്യാണം. 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ച. 21-ാം അധ്യായം പുത്തനറുശലേം. 22 ഒറ്റ വാക്ക് പറഞ്ഞാൽ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം ഇങ്ങനെ ഓടിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇനി നിങ്ങൾ വേദപുസ്തകമൊക്കെ നല്ല പരിചിതമുള്ളവരാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വേറൊരു വിശേഷത, വേദപഠിതാക്കൾ ഇതിന് കൊടുത്തിരിക്കുന്നത് 7കളുടെ പുസ്തകം എന്ന 7കൾ. ധാരാളം 7കളെ പറ്റി പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. 7കൾ, 7 നിലവിളക്ക്, 7 നക്ഷത്രങ്ങൾ, 7 സഭകൾ, 7 ദീപങ്ങൾ, 7 ആത്മാക്കൾ, 7 ഇടികൾ, 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശങ്ങൾ, 7 തലകളെ പറ്റി കാണുന്നു, 7 മലകൾ, 7 ആത്മാക്കൾ, 7 ഇടികൾ. ഇങ്ങനെ ധാരാളം 7കളെ പറ്റി ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് 7കളുടെ പുസ്തകം എന്ന് ഇതിന് വേറൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതെ, നിങ്ങൾക്ക് ഈ പുസ്തകമൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നത്. ഞാൻ തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമുണ്ടെന്ന് എനിക്കറിയാം. അതെ, ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം എന്താ? ഏതായാലും സന്ധ്യയ്ക്ക് വന്ന് കുത്തിയിരിക്കുക. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം, സാധാരണ പലരും ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയങ്ങൾ ചെല്ലു പറയുന്നത് 144 അത് പറയുന്ന ആൾക്കാരുണ്ട്.
ചിലര് പറയുന്നത് സൂര്യനെ അണിഞ്ഞ സ്ത്രീ, അതൊരു പ്രധാന വിഷയം. അപ്പൊ ചെല്ലി പറയുന്നുണ്ട് അങ്ങനല്ല, 2 സാക്ഷികൾ 11 അതൊരു പ്രധാന വിഷയമാണ്. വേറെ ചെല്ലി പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം ആ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, അതാണ് പ്രധാന വിഷയം. വേറെ ചില ആൾക്കാർ കുറച്ചുകൂടെ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം പുത്തൻ യെരൂശലേം, നമ്മൾ പോകുന്ന സ്ഥലമാണ്. ആര് പോകുന്നു? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്. അപ്പോൾ പുത്തൻ യെരൂശലേം. അപ്പം ചിലര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ വിശേഷം കുഞ്ഞാടിൻ്റെ കല്യാണം. ഇതെല്ലാം മോശമായ വിഷയമെന്നോ വില കുറഞ്ഞല്ല കാണിക്കുന്നതെല്ലാം വിഷയങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർ ഓരോ വിഷയത്തിന് പരിവേഷം കൊടുത്ത് അത് തെളിയിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ വെളിപ്പാട് പുസ്തകം മൊത്തത്തിലൊന്ന് പഠിച്ച ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം എന്നാ? നിങ്ങളിപ്പോൾ പറയാം പാസ്റ്റർ ഇതെല്ലാം വിഷയങ്ങളാണ്, ഇനി ഞങ്ങൾ പറഞ്ഞാൽ അതും വിഷയമായി തീരാൻ സാധ്യത ഉണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം, ഇംഗ്ലീഷ് പറയരുത്, ഞാൻ കുഴയും, മലയാളത്തിലേ പറയാവൂ. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. അതിലെ പ്രധാന വിഷയം ഒന്നിൻ്റെ ഒന്ന് വായിച്ചു വായിക്കുകയല്ലേ? ഇതാ ഇതിലെ പ്രധാന വിഷയം, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഇതാ പ്രധാന വിഷയം. അതിനപ്പുറം വല്ല വിഷയമുണ്ടോ? യേശു ക്രിസ്തു അല്ലേ പ്രധാന വിഷയം. അവിടുന്നല്ലയോ എല്ലാത്തിനും മീതെയുള്ളവൻ, അവിടുന്നല്ലയോ സർവശക്തിയുള്ള ദൈവം. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കർത്താവാ. ഞങ്ങൾക്ക് ഒരു അച്ചായനുണ്ട്, പാപ്പച്ചായന്. അപ്പോഴേ ഞാനും കൂട്ടു സഹോദരനും കൂടെ അവിടെ ചെന്ന സമയത്ത് വർത്താനം പറയുക. അപ്പം ഓപ്പണ ഇച്ചിരി കൂടെ നോളിയും കൂട്ടാവോ ഒരു പൊടിക്ക്? പ്രൈസ്തല്ലോ. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ചപ്പം പാപ്പച്ചായൻ്റെ സഹധർമ്മിണി നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പം ഈ അച്ചാറുണ്ടാക്കി, നാരങ്ങ അച്ചാർ. അതൊരു പ്രത്യേക രീതിയിൽ അത് വെച്ചത്. അപ്പം എനിക്കും തന്നൊരു കുപ്പി, ടേസ്റ്റ് നോക്കാൻ തന്നപ്പം നല്ല രുചി. അപ്പം ഞാൻ അത് നോക്കി, ഞാൻ പറഞ്ഞു നന്നായിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ ഇതെങ്ങനെ ഇത് ചെയ്തത്? നന്നായിരിക്കുന്നല്ലോ, ഇതിനകത്ത് ചേരുവകൾ എന്തുവാ? അന്നേരം അമ്മിണിമാമ ഉടനെ പറഞ്ഞു, പാസ്റ്റർ ഇതിലെ ഈ നാരങ്ങാച്ചാന് പ്രധാനമായിട്ട് വേണ്ടത് നല്ല മുളക് പൊടിയും എണ്ണ, നല്ലെണ്ണ. ഉടനെ പാവച്ചായൻ പറഞ്ഞു, എടി ഈ നാരങ്ങാച്ചാന് പ്രധാനം നാരങ്ങായ. പുള്ളി അങ്ങനെയൊക്കെ സംസാരിക്കും. നീ മുളക് പൊടി എണ്ണയും കൂടെ വെച്ചാൽ ഈ നാരങ്ങാച്ചാർ ഉണ്ടാകുമോ? നാരങ്ങാച്ചാറിൻ്റെ പ്രധാനം, അതുകൊണ്ടല്ലേ പേര് വരെ വന്നേ, നാരങ്ങായൻ്റെ പ്രധാനം. പുള്ളിക്കാരി നല്ല രീതിയിലാണ് പറഞ്ഞതിന് പ്രധാനമായിട്ട് നല്ല മുളക് പൊടിയും എണ്ണയും. പുള്ളി പറഞ്ഞു അതല്ല പ്രധാനം നാരങ്ങായ. നീ മുളക് പൊടിയും എണ്ണയും കൂടിയിട്ട് കലക്കിയാവല്ലോ, ഇതും ആകുമോ നാരങ്ങാച്ചാർ? നമുക്ക് ആ വിഷയം വിട്ടേക്കാം എന്ന് പറഞ്ഞ പോലെ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. സ്തോത്രം, അതാ പ്രധാന വിഷയം. പക്ഷെ നമ്മുടെ ഒരു പ്രകൃതി, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം, നമ്മൾ ഈ പ്രധാനപ്പെട്ട വിഷയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അങ്ങ് അവഗണിച്ചു, അത് വേണ്ടാന്ന് വെച്ചു. നമ്മൾ കൊടുക്കുന്നതെല്ലാം ഘോരവും ഭയങ്കരമായ മൃഗം. ഈ മൃഗവേദാണ്. 10 കൊമ്പുകൾ ഏതൊക്കെയാണ്? ഒരു ചെറിയ കൊമ്പ് മുളച്ചിരിക്കുന്നു, അതേതാ? അപ്പോൾ തർക്കം നടക്കുക. ഈ സമുദ്രം എന്താന്ന് അത് പഠിക്കരുതെന്നല്ല പറഞ്ഞ്, അതല്ലല്ലോ പ്രധാന വിഷയം. ഇപ്പം ഈ മൃഗത്തെ പറ്റി പറഞ്ഞ് മൃഗത്തിൻ്റെ സ്വഭാവമായി
ഒരു മര്യാദയും മയവും ഇല്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രധാനപ്പെട്ട വിഷയം മൃഗമാണ്. പറഞ്ഞ് ഏതാണ്ട് മൃഗത്തിൻ്റെ സ്വഭാവമാണ്. ഒരു കരുണയോ ആർദ്രതയോ ദയയോ അനുകമ്പയോ ഒരു മനസ്താപമോ ഒന്നും പലർക്കുമില്ല. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം മൃഗമല്ല. സ്തോത്രം. അപ്പം ചെല്ലങ്ങനെ ഇത് പ്രധാന വിഷയമാക്കി. ചെല്ല് പറഞ്ഞ സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ 12 വായിച്ചു. ചില കഥാ വിഷയം. ആ, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ, കാൽക്കീട് ചന്ദ്രനും. അപ്പൊ ഇതല്ല ഇതിലെ വിഷയം, ഇതല്ല. ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ സ്ത്രീയല്ല. വെളിപ്പാട് പുസ്തകത്തിൽ പല സ്ത്രീകളുണ്ട്. ഒന്ന് ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീ. 2 ഇസബേൽ എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട്. പാസ്റ്റർമാർക്ക് ക്ലാസ് എടുക്കുന്ന അമ്മാമ്മയാണ്. എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുന്ന, അങ്ങനെ എഴുതിയേക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പാസ്റ്റേഴ്സിന് പിന്നെ ക്ലാസ് എടുക്കുക, നമ്മൾ ശുശ്രൂഷ എങ്ങനെ ചെയ്യണം, അങ്ങനെ ക്ലാസ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. തെറ്റിച്ചും കളയുന്ന കൊടുത്തിരിക്കുന്ന പ്രയോഗം. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട്. ആട്ടെ, നിങ്ങൾക്കൊരു പ്രയാസം പോലെ വരുന്നു, അതുകൊണ്ട് ആ ഭാഗം തൊടുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. മാത്രമല്ല, ഇതിലെ പ്രത്യേകമായ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, മൃഗവുമല്ല, സ്ത്രീയുമല്ല, ആമേൻ, ന്യായവിധി മാത്രമല്ല, ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രധാന വിഷയം. പ്രധാനപ്പെട്ട വിഷയം, സർവശക്തനായ നമ്മുടെ കർത്താവ് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഇവിടുന്ന് ജീവിച്ച് പങ്കപ്പാടുകളും പീഡകളും തിരുവെഴുത്ത് എഴുതി വെച്ചതുപോലെ സഹിച്ച്, കൊരിന്ത്യലേഖനം 15 പഠിക്കുമ്പോൾ തിരുവെഴുത്തം പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തം പ്രകാരം 3-ാം ദിവസം അവിടുന്ന് ഉയർത്തു. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തിരുവെഴുത്ത് എഴുതി വെച്ചതുപോലെ ഈ ഭൂമിയിൽ പൂജാതനായി തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവിച്ചു. തിരുവെഴുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി പോയി. തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മരിച്ചു. തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. തിരുവെഴുത്ത് പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് പോയി. തിരുവെഴുത്ത് പറഞ്ഞതുപോലെ തിരിച്ചു വരും. തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ഇതിന്റെ മുഴുവൻ അധികാരവും ഏറ്റെടുത്ത് ഭരിക്കും. സ്തോത്രം. നിങ്ങൾ ആ 19-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചേ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ ഹല്ലേലൂയ അടുത്തത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ഇതിന്റെ മുഴുവൻ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. അതാ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് സകലത്തെയും കീഴാക്കി തകർത്ത് അതിനെ പരാജയപ്പെടുത്തി യേശു ക്രിസ്തു ജയം പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഇതിനെ നിയന്ത്രിക്കും, ഭരിക്കും. അതൊക്കെ ഇതിലെ പ്രധാന വിഷയം. പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രധാന വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അതാ 1-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ യോഹന്നാന് ആ വെളിപ്പാട് കാണുകയാ. പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാന് നാട് കടത്തപ്പെട്ടു. അടിപിടി ഉണ്ടാക്കി പോയതോ, അനാവശ്യം പറഞ്ഞു പോയതോ, അതിരുമാന്തി പോയതോ, സഹോദരങ്ങളോട് വഴക്കുണ്ടാക്കി ദേശം വിട്ടുപോയതൊന്നുമല്ല. അങ്ങനെ പോകുന്ന ആൾക്കാർ പെന്തിക്കോസിൽ ഉണ്ട്, ഒത്തിരി ഉണ്ട്. പെന്തിക്കോസിലൊക്കെ ആ സ്വന്തം സഹോദരങ്ങളോട് മിണ്ടുകയല്ല. പിന്നെ ഭാര്യ പറഞ്ഞു കൊടുക്കുക, അച്ഛാ നമുക്ക് ഇവിടെ വിറ്റേച്ച് പോകുന്നതാ നല്ലത്, വേണം ഒത്തെങ്കിൽ ഒരു പൂളൂടെ വെച്ച് കൊടുക്കും, ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. മാതാപിതാക്കളെ അന്വേഷിക്കാൻ കഴിയാത്തതിന് നാട് വിട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അടുത്തുണ്ടെങ്കിലല്ലേ അന്വേഷിക്കണ്ടേ? അപ്പോൾ പോയേക്കാങ്കി എന്നെ ആരും അനക്കമില്ലാതിരിക്കുന്നേ. അല്ല, നാളെ യോഗത്തിന് വരേണ്ടത്, അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചിലര് സുവിശേഷ വേലയാണെന്നുള്ള ലേബലിൽ പോകുന്ന ആൾക്കാരുമുണ്ട്.
ഭാഗത്തേക്ക് പോകുന്നില്ല. യോഹന്നാൻ ഇങ്ങനൊന്നും അല്ല. 2 കാരണത്താലാ യോഹന്നാനെ നാട് കടത്തിയത്. 9-10 വാക്യം വായിച്ചേ. നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും സഹിഷ്ണുതയിലും ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം. അപ്പൊ ഒരു കാര്യം അവിടെ പറയട്ടെ, ശരിയായി വചനം പറഞ്ഞാൽ ചിലപ്പോൾ ഒറ്റപ്പെടും. അവിടെ 2 പദമാ. 1 സാക്ഷ്യം, 2 ദൈവവചനം. ഈ 2 കാര്യം നിമിത്തം നിങ്ങൾ ശരിയായിട്ട് ഉപദേശവും വചനവും പറഞ്ഞ് നിങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തും. അവസാനം പിന്നെ നിങ്ങളും കാണും, പ്രസംഗം കേൾക്കാൻ പെമ്പളയും കാണും. അതുകൊണ്ട് ഭാര്യയും ചിലപ്പം പറയാം, അച്ഛൻ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട, എങ്ങനെയും തട്ടിമുട്ടി പോയാൽ മതി, നമുക്ക് എങ്ങനെയും ഒന്ന് പൊത്തുവരുത്തത്തിൽ നിങ്ങൾ എല്ലാവരും ഗുണപ്പെടുത്താനിരിക്കുക, ഇനി ഉള്ളതുകൂടെ പോവുക. മിണ്ടുന്നില്ലല്ലോ. ഉപദേശം ഒന്നും പറഞ്ഞിട്ട് 2 പോയിന്റ് എടുത്ത് വെച്ച് എല്ലാവരും ഒന്ന് ഇളക്കിയ ചച്ചാൻ അങ്ങ് ഇരുന്നോണം, ഞാനിവിടെ കൂടെ ഒന്ന് ഇളക്കിക്കോളാം തമ്പേറടിച്ച്. അല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ശരിയായിട്ട് ഉപദേശം പറഞ്ഞാൽ, വചനം പറഞ്ഞാൽ ഒറ്റപ്പെടുത്തും. പറഞ്ഞു നോക്കിക്കേ. അല്ല, എന്നെയും കൂടെ പ്രതിയാക്കി പറയാം, നമ്മൾ ശരിയായിട്ട് പറയുന്നില്ലല്ലോ. നമ്മൾ പറയുന്നില്ല, ശരിയായിട്ട് വചനം പറയുന്നില്ല, ആരും മിണ്ടുന്നില്ല. ശരിയായ നിലയിൽ നമ്മൾ പറയുന്നില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ ആദ്യം നമ്മൾ സാദോസം ഒന്ന് നോക്കും, ആരൊക്കെ വന്നിട്ടുണ്ട്, ആരൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം അവരുടെ സാഹചര്യം ഒക്കെ നോക്കിയാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ ചില പറയത്തില്ല, ഞാൻ വളരെ ശ്രദ്ധിച്ചേ സംസാരിക്കുകയുള്ളൂ. അല്ല, അങ്ങനെ വേണം. ഞാൻ വളരെ അതെ, സഭയല്ലേ, സഭയ്ക്കകത്ത് പല ടൈപ്പ് ആൾക്കാരല്ലേ. മിണ്ടുന്നില്ലല്ലോ ആരും. ഇതിപ്പം പണ്ടൊരാൾ പറഞ്ഞ അടിയന്തരം വെച്ചു മുടിയാന്തരമായെന്ന് പറഞ്ഞ പോലെ ശരിയായിട്ട് വചനം പറഞ്ഞ പ്രശ്നമുണ്ടാകും. ഇപ്പൊ സഭ നാട്ടിലെ രീതിയും വെച്ചാൽ സഭയിൽ ബ്ലേഡുകാരൻ കാണും. നമുക്ക് 15-ാം സങ്കീർത്തനം പറയാൻ പറ്റുമോ? ഒക്കുമോ? അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് അപ്പം പറയാം, 15 വേണ്ട 91 എടുത്തേക്കാം, ഒരനർത്ഥവും നിനക്ക് ഭവിക്കാം, അവനും ശക്തിപ്പെട്ടോളൂ ഇരുന്ന്. ശ്രദ്ധിച്ചല്ലേ? ശരിക്കും പറയുന്നില്ല. യോഗ്യമല്ലാതെ അയോഗ്യമായിട്ട് വസ്ത്രം ധരിക്കുന്നവർ ചില സഭകളിൽ വരും. അപ്പം നമ്മൾ പറയും, വസ്ത്രത്തെ അല്ല, അത് മതി. അപ്പം അവർക്കും കുഴപ്പമില്ല. അവരും പറയും, നല്ല അറിവുള്ള പാസ്റ്ററാ കേട്ടോ. തമാശ പറഞ്ഞതല്ല. സ്തോത്രം. എന്തും കഴിക്കുന്നവർ, എന്നും കുടിക്കുന്നവരുണ്ട്. ചിലക്കൊക്കെ കണ്ടമാനം അജീർണതയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ സഭകളിലെ. വിശേഷിച്ച് വിമാനത്തെ കയറുമ്പോൾ നല്ലതുപോലെ മനസ്സിലാകുന്നില്ല, അജീർണതയുള്ള. അതുകൊണ്ട് അല്പം പിന്നെ തീർത്ത് പറഞ്ഞേ. ഇപ്പം നാട്ടിലുമൊക്കെ ഉണ്ട്, കല്യാണത്തിന് എല്ലാം വിളമ്പുന്നുണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. പെന്തിക്കോസുകാരുടെ കല്യാണത്തിനെ എന്തോ അപ്പറയുണ്ട്. ആരുണ്ടോ അവിടെ? സെക്രട്ടറി ഇരിപ്പുണ്ട്. സൺഡേ എല്ലാവരും വരികയും ചെയ്യും കേട്ടോ. എട്ടര വരെ പോകുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിയായിട്ട് പറയുന്നില്ല. എന്തുമാകാമല്ലോ. ശരിയായിട്ട് ഉപദേശം പറഞ്ഞ് വചനം പറഞ്ഞ് ഒറ്റപ്പെടുത്തും. എല്ലാവരുടെ കൂടി നിന്നെ തകർക്കാൻ നോക്കും. ദൈവത്തിന് മഹത്വം. പക്ഷെ ഒരു കാര്യം പറയാം, അതിന്റെ നടുവിലും ഒരുവൻ നിന്റെ അടുക്ക വരും. 2 കാരണത്താലാണ് നാട് കടത്തപ്പെട്ടത്. 1 ദൈവവചനം, 2 യേശുവിന്റെ സാക്ഷ്യം. ഒന്നുകൂടെ വായിച്ചോ, 9-10 തിരുവെടുത്ത് 1-ന്റെ. ദൈവവചനവും
യേശുവിന്റെ അപ്പം ഞാനൊരു കാര്യം പറയാം, ശരിയായ വചനം പറഞ്ഞ പ്രശ്നമാ. ഈ ശരിയായ വചനം, ഈ ചെല്ലു പറഞ്ഞ നമ്മുടെ ഉപദേശം, ശരിയായ വചനം, നമുക്കുള്ള വചനം ഇവിടെ അടിച്ചാൽ എന്തോ ചെയ്യണമെന്നാ വചനം? അച്ചായൻ പറഞ്ഞു, നമ്മൾ കാണിച്ചു കൊടുക്കുവോ? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. അതാ കാണിച്ചു കൊടുക്കില്ല. നമുക്ക് ഒക്കുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരാളോട് പറയും, എനിക്ക് ഒക്കത്തില്ല, നീ അവനെ. സ്നേഹിതന് ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ച, ബ്രദറെ നിങ്ങൾ ആ വഴിയാണോ പോകുന്നത്? ഇല്ല, ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തൂടെ കയറണം. മനസ്സിലാകുന്നില്ല. ആരാധനയ്ക്ക് വന്ന ഒരാൾക്ക് വണ്ടിയില്ല, ഇവിടുത്തെ അല്ല ഞാൻ പറയുന്നത്, പൊതുവില. അപ്പം അവർ നമ്മൾ താമസിക്കുന്നതിനടുത്താണ്. അപ്പം നമ്മളോട് ചോദിച്ചു, ബ്രദറെ നിങ്ങൾ യോഗം കഴിഞ്ഞ് വീട്ടോട്ടാണോ? അപ്പം ബ്രദറിന് മനസ്സിലായി വീട്ടോട്ടാന്ന് പറഞ്ഞാൽ ഇവനും കയറാൻ. ഒന്നെ തള്ള കണ്ണ് കാണിച്ചു ഇങ്ങനെ. ഒന്നെ പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത്. നമ്മുടെ പ്രമാണം എന്നാ? ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ച. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എല്ലാവർക്കും കോവിഡാന്ന് തോന്നുന്നു. ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഇതാ നമ്മുടെ പ്രമാണമാണ്. സ്തോത്രം. വീട്ടിലുള്ളവർക്ക് ശരിക്കും കൊടുക്കുന്നില്ലല്ലോ, പിന്നല്ലേ ശത്രുവിന്. ശരിക്കും വചനം പറഞ്ഞാൽ പ്രശ്നമാണ്. ദൈവത്തിന്റെ മഹത്വം. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ മഹത്വം. ഉടുപ്പ് ചോദിക്കുന്നവന് സ്തോത്രം. എത്ര വട്ടം ക്ഷമിക്കണമെന്നാ? ക്ഷമിക്കുന്നുണ്ടോ? ആട്ടെ, ഞാൻ ഇച്ചിരി നേരം കൂടെ സംസാരിച്ചോട്ടെ. അതായിരുന്നു അറിയട്ടെ ആദ്യം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ശരിക്ക് വചനം പറഞ്ഞാൽ പ്രശ്നമാണ്, ഒറ്റപ്പെടുത്തും. ഇപ്പോൾ സഭയിലാണെങ്കിലും പാസ്റ്റർ എഴുന്നേറ്റ് ശരിക്കും വചനം ഉപദേശം എന്ന് പറഞ്ഞേ, ഉച്ച കഴിയുമ്പോൾ കോള് വരും, ഇല്ലേ മെസ്സേജ് അയക്കും. പ്രശ്നമാണ്. ആട്ടെ, ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. മുഖം നോക്കാതെ, ആളും തരോ നോക്കാതെ, ദൈവത്തെ ഭയപ്പെട്ട് നീ വചനം പറഞ്ഞാൽ ആ വചനം ക്രിയ ചെയ്യും. സ്തോത്രം. ഒരു കാര്യം പറയാം, ഈ ജനത്തെ പേടിച്ച് വചനം മാറ്റാൻ ഒക്കത്തില്ല. ഞങ്ങളുടെ ചർച്ചിലെ അവിടെ ഒന്ന് രണ്ട് പേര് വന്നു. അപ്പോൾ അവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഞാൻ പൊതുവെ പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ഇതിന് മാറ്റം വരുത്തുകയല്ല, നിങ്ങൾ മാറുകയുള്ളൂ. വചനത്തിന് വ്യത്യാസമില്ല, ഞാനും നിങ്ങളും നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തണം. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. ജനത്തെ പേടിച്ച് നമ്മൾ തന്നെ ഇതിന് വ്യത്യാസം വരുത്തുക. ഈ നാട്ടിലൊക്കെ കർക്കശമായിട്ട് ഉപദേശ വിഷയം പറഞ്ഞ് പല ആൾക്കാർ, എനിക്ക് ചിലരെ അറിയാം, പേര് പറയുന്നില്ല, മോശമല്ലയോ, ഇവിടെ വന്നിപ്പോൾ അതിനെല്ലാം മയം വരുത്തിയിട്ടുണ്ട്. ഉണ്ട്. തീ പോലെ നിന്ന ആൾക്കാരിപ്പോൾ ഇവിടെ വന്നപ്പം അതിനെല്ലാം ഒത്തിരി വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. തീർത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ, എന്നാലും ദൈവത്തിന്റെ മഹത്വം. അല്ല, പുസ്തകത്തിൽ വാക്യമുണ്ട്, ഹൂര്യരും അവരോട് ചേർന്നെന്ന്. നമ്മൾ പിന്നെ വായിച്ചാൽ മതി. ഇതിന് ഒരു മാറ്റവും വരുത്താനൊക്കത്തില്ല. ഇത് സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമാണ്. ഇത് അതിവേഗത്തിലോടുന്ന തിരുവചനമാ. ഈ വചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ. ഇത് ഉലയിലൊരുക്കി ശുദ്ധി ചെയ്ത തിരുവചനമാ. ഇതിനകത്ത് യാതൊരു കേടും യാതൊരു കീടവും ഉള്ളതല്ല. ഇത് നിർമ്മല വചനമാ. ഇത് പാറയെ തകർക്കുന്ന ചുറ്റുകയാ. ആമ തീ പോലെ പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനമാ. ദൈവത്തിന്റെ വചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ച കയറിയതാ. ഷിയാവിൽ വായിക്കുന്നത്, എന്റെ വചനം, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തിൽ അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കുന്നതാ. ഈ തിരുവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാ. ഇത് അണ്ണാക്കിന് മധുരമാ. ആ വചനം കർക്കശമായി പറയണം.
സ്തോത്രം. വചനം പറയണം. അങ്ങനെ വചനം പറയുമ്പോൾ പ്രശ്നമാ. രണ്ട് കാരണത്താലാണ് നാട് കടത്തിയത്. ഒന്ന് ദൈവത്തിന്റെ വചനം, രണ്ട് സാക്ഷ്യം. എന്നാലും നാട് കടത്തപ്പെട്ടു അറ്റ്മോസ് ദ്വീപിൽ. ഇനി അടുത്ത വാക്യം വായിച്ചു, ഓടിച്ചു വായിര്. കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. നമ്മൾ ഒരു കാര്യം പറയാം, ഈ ആത്മവിവശത വരാന് ഒത്തിരി പേരൊന്നും വേണ്ട. നമുക്ക് ഇടിപിടി എല്ലാം കൂടെ ഇണക്കിയെങ്കിലേ ഒരു ആത്മാവിന്റെ പിന്നെ അങ്ങനെ ഉള്ളു. ട്രമ്മ, സൈഡ് ട്രമ്മ, തമ്പേറ്, ചിഞ്ചിലി. ഞങ്ങളുടെ ഷൂപ്പാസ് പറഞ്ഞ ചിഞ്ചിലി എന്നാ പറയുന്നത്. ആയിക്കോട്ടെ ചിഞ്ചിലി. പിന്നെ ഇത് ഈ ചില്ലുകൂടിനകത്തിരിക്കുന്നതുണ്ടല്ലോ, അതിന്റെ പേരെന്നാ മോന് മനസ്സിലായോ? അത് പേര് കുഴപ്പമില്ല, നല്ലതാ. ഒരു ഓർഗൺ പോലെ 3-4 വെച്ച് അവനെ നിന്ന്, ഞാൻ എതിര് പറയല്ല, നല്ലതാ. പിന്നെ ഇത് തന്നെയല്ല, പാട്ടുകാര്, അവര് പ്രധാന പാട്ടുകാര് തലേ പോലും തുണി ഇടുകയല്ല, ഭയങ്കര ശുശ്രൂഷയാ. എന്നാൽ സ്റ്റേജായിരിക്കുന്നതിന് പറഞ്ഞു കൊടുക്കണ്ടേ, കൊച്ചേ നീ തലേല് അത് മിണ്ടുകയില്ല. പുള്ളി അത് കണ്ട് ആസ്വദിച്ചിരിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് എന്നെ നോക്ക്, എന്നെ കാണാനൊന്നും വലിയ ചതവില്ല, എന്നാലും നോക്ക്, എന്നെ നോക്ക്. ഭയങ്കര പാട്ടുകാര്. പാട്ടിന്റെ വരി ഇതാ, ലോകം എനിക്ക് വേണ്ട, അതാ വരി. നിൽക്കുന്ന നിപ്പ് കണ്ടാൽ ബ്യൂട്ടി പാർലറാ വന്ന് നിൽക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല. മാന്യമായിട്ടും യോഗ്യമായിട്ടും പവിത്രമായിട്ടും മര്യാദയ്ക്കുള്ള ആൾക്കാരും പാട്ട് പാടുന്നവരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ആത്മവിവശത വരണമെങ്കിൽ ഇങ്ങനെയുള്ള ഇടിപിടിയൊക്കെ വേണം. മൈക്ക് സെറ്റ് 25,000 മാഡ്സെങ്കിലും എത്രയുണ്ട്? 5,000 പോരാ, ഉണർവുണ്ടാകുകയല്ല. 25,000. പിന്നെ പാട്ട് പാടുന്ന ഇപ്പൊ ഈ ഇടയ്ക്ക് കയറി അങ്ങ് പറയാം, ചിലക്ക് ഇതിന് വെളിവൊന്നുമില്ല. യോഗം തുടങ്ങുമ്പോൾ പാടേണ്ട പാട്ട് എന്നതാ, സന്ദർഭോചിതമായിട്ട് പാടേണ്ട. വെളിവെന്ന് പറയുന്ന ചിലതിനില്ല. ഇല്ല, വെളിവില്ലാത്ത ആരോ, അവർക്കൊരു ബോധവും ഇല്ലെന്ന് പുസ്തകത്തിൽ വാക്യമുണ്ട്. വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് നാട്ടിലൊരു ചൊല്ലുണ്ട്, അറിയത്തില്ല ചിലർക്ക്. പണ്ട് ബിഷപ്പ് കയറി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് പാട്ട് പാടാൻ. അപ്പോൾ ഒരമ്മ പാടി, വരുന്നു നാശമയ്യോ സോതോമിൽ വരുന്നു നാശമയ്യോ. ബിഷപ്പ് കയറി വരുക. വിദ്വാൻകുട്ടിച്ചൻ്റെ പാട്ടാ, പഴയ പാട്ടാ. വിദ്വാൻകുട്ടിച്ചൻ്റെ ആണോ മോശവത്സലത്തിൻ്റെ ആണോ, പഴയ പാട്ടാ. അമ്മയുടെ വായിൽ അന്നേരം ആ പാട്ടാ വന്നത്. ബിഷപ്പ് കയറി വരിക, നല്ലതെന്ന് പാടുക. വരുന്നു നാശമയ്യോ സോതോമിൽ വരുന്നു നാശമയ്യോ, വരുന്നു നാശം തിരിഞ്ഞു നോക്കാതെ അറിഞ്ഞു സിയോനെ വിരഞ്ഞോടുക നീ. വരുന്നു നാശമയ്യോ സോതോമിൽ വരുന്നു നാശമയ്യോ. അടുത്ത ലൈനാ രസകരം, അഗ്നിമഴ വരുന്നയ്യോ. ബിഷപ്പ് കയറി വരിക. കേട്ടത് അച്ഛനെ ട്രാൻസ്ഫർ ആക്കി മാറ്റി, പ്രശ്നമായി. അപ്പം ബിഷപ്പിൻ്റെ കൂടെ ഉള്ളത് പറഞ്ഞ് മനഃപൂർവ്വം പാടിയതാന്ന് പറഞ്ഞു. അമ്മ മനഃപൂർവ്വം പാടിയതല്ല, അമ്മയുടെ വായിൽ അന്നേരം പാട്ട് കൊള്ളുകയെന്നില്ല. ആ പാട്ടാണോ ആ സന്ദർഭത്തിൽ പാടുന്നത്? അല്ല, ചിലക്കത് അറിയത്തില്ല. വേറൊരു സംഭവം ഓർക്കുന്നുണ്ട്, അത് ഞാനിപ്പോൾ പൊതുവി പറയുന്നില്ല. എന്നാലും ഒരു കാര്യം പറയാം, കർത്തൃദിവസത്തിൽ ആത്മവിവശനായി യോഹന്നാൻ. വാദ്യോപകരണങ്ങളൊന്നുമില്ല, പ്രൈസ് ആൻഡ് വർഷിപ്പ് കാര്യമില്ല, സംഗീത ശുശ്രൂഷയ്ക്കും ആരും അടുത്തില്ല, ലീഡ് ചെയ്യാൻ വേറെ ആൾക്കാരും ഇല്ല, ഒരു സിസ്റ്റവും ഇല്ല. പക്ഷേ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും ആത്മവിവശതയിലായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മാവിൽ നിറയ്ക്കുവാൻ ആത്മവിവശതയ്ക്ക് ആള് വേണമെന്നില്ല. അവൻ മറ്റു സെറ്റുകളും മറ്റു കാര്യങ്ങളും വേണമെന്നില്ല. നീ ദൈവവുമായിട്ട് ആ നിലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നെങ്കിൽ, ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഏകാന്തതയുടെ നടുവിലും ദൈവശക്തി അനുഭവിച്ച് നിനക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരാളോട് ചോദിച്ചു, യോഗത്തിന് പോയില്ലയോ? കുറച്ച് നാൾ മുമ്പാ. എന്തിനാ പോകുന്നേ? അതിലും നന്നായിട്ട് ഞാനിവിടെ ഇരുന്ന് ആത്മാവിൽ നിറയുന്നുണ്ടെന്ന്. അതിന് വേറെ കാരണങ്ങളുണ്ട്, അതുകൊണ്ടായി പറഞ്ഞത്. സ്തോത്രം. നമ്മൾ ചെല്ലുമ്പോൾ കൂടുമ്പോൾ അതിൻ്റെ ആ അന്തരീക്ഷം വേണ്ടായോ?
അതെല്ലാം കൂടുതലും പ്രദർശനത്തിൻ്റെ സമയമാണ്, എനിക്കത് കാണാനൊന്നും വയ്യ. ആ സമയം കൊണ്ട് ഞാൻ വേദപുസ്തകം 5-8 അധ്യായം വായിക്കുകയും ചെയ്യും. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അത് മുഴുവൻ പ്രദർശനം നടക്കുക എന്ന് പറഞ്ഞു. എവിടാ എന്തുവാണെന്നും എന്നോട് ചോദിക്കരുത്. സ്തോത്രം. ആത്മാവിൽ നിറയുവാൻ, ആത്മവിശുദ്ധ വരുവാൻ ആള് വേണമെന്നില്ല, ആള് കൂടണ്ട. നമുക്ക് കണ്ടവാനും ആള് കൂടിയാലേ ആത്മവിശുദ്ധ വരും. അന്നേരം ഒത്തിരി പേരുണ്ടല്ലോ, ഒരു 5-6 പേര് പറഞ്ഞാൽ ഒക്കുള്ളൂ. മോളി, ലില്ലി, സൂസി, റീന എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ഒരാൾ തന്നെ ഇരുന്ന് എന്നാ പറയാനാ, ബേബി ബേബി എന്ന് പറഞ്ഞാൽ അച്ഛനും നമ്മൾ രണ്ടും കേൾക്കുക. അല്ലാതെ ഒത്തിരി പേരുണ്ടെങ്കിലല്ലേ 2-3 പേര് പറയുമ്പോൾ ഒത്ത് വരുവുള്ളൂ. പേര് പറയുന്നതിനോട് ഞാൻ ചോദിക്കാറുണ്ട്, നമ്മൾ പറയുന്ന പേരെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചത് നമ്മുടെ നാട്ടിൽ വെക്കുന്നുണ്ട്, മോളി അങ്ങനെയൊക്കെ പറയും. എന്നാൽ ചൈനയിൽ പോയൊരു 5 പേര് പറഞ്ഞേ, ചൈനക്കാരുടെ വായിക്കൊള്ളുവോ? അങ്ങനെ ചൈനക്കാരുടെ പേര് വെളിപ്പെടുകയല്ലേ? അടാ, നമുക്ക് ആ വിഷയത്തിലോട്ട് ഇപ്പൊ പോകണ്ട, അതങ്ങ് വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അപ്പൊ ആത്മവിശുദ്ധയ്ക്ക് ആളൊത്തിരി വേണ്ട, വാദ്യോപകരണങ്ങളും ഒത്തിരി വേണ്ട, വലിയ സിസ്റ്റവും മൈക്ക് സെറ്റും ഒന്നും അധികം വേണ്ട. നീ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും ഏകനായിട്ടിരിക്കുമ്പോഴും നീ ഇരിക്കുന്ന ഇടത്ത് ഇറങ്ങി വരുന്നതാണ് ദൈവ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. കർത്തൃദിവസത്തിൽ ആത്മവിശനായി വായിച്ചോ, ആത്മവിശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന കാഹളത്തിനൊരു ശബ്ദം എൻ്റെ പിറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദമെന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. അങ്ങനെ എഴുതിയേക്കുന്നത്. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ വല്ലവരും കേൾക്കും അങ്ങനെ വായിച്ച 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്ക് കിടന്ന നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടുവനായി യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഇതാ വെളിപ്പാട്. സ്തോത്രം. ഇതാ വെളിപ്പാട്. അല്ലാതെ ഫോട്ടോയിൽ വെച്ചേക്കുന്ന പോലെ ഒരു ഫോട്ടോ കാണിക്കുന്നു, ചങ്ക് ഇങ്ങനെ കാണിക്കുന്നു, ഇപ്പറ 2 റോസാപ്പൂവും. അല്ല, നിങ്ങൾ ഒന്നും കണ്ടിട്ടില്ല. സ്തോത്രം. കെട്ടിടത്തിന്റെ മണ്ടയിൽ ഇങ്ങനെ നിൽക്കുന്ന യേശു. അതല്ല, തലയിലൊരു ആഞ്ജനേയും ഇടിയാച്ച്. നിങ്ങൾ കണ്ടിട്ടില്ലേ? യേശുവിന് ഇടിയേക്കരുത്. ശൗമേൽ 2:10 വായിച്ചേ. ശൗമേൽ 2:10 പെട്ടെന്ന് വായിര്. ശൗമേലിന്റെ 1-ാം പുസ്തകം 2:10. അവനാ ഇടി വെട്ടിക്കുന്നത്. അവന്റെ മണ്ടയിൽ ഒരു ആന്റിന. എങ്ങനുണ്ട്? ദൈവത്തിന് മഹത്വം. എഴിടികൾ മുഴങ്ങി ഏഴകൾ നടുങ്ങി, ഏഴിടികൾ മുഴങ്ങി ഏഴകൾ നടുങ്ങി, വ്രതഗണം അവരുമായി ആകാശ കയറി. ഏഴിടികൾ മുഴങ്ങി ഏഴകൾ നടുങ്ങി, ഏഴിടികൾ മുഴങ്ങി ഏഴകൾ നടുങ്ങി, വ്രതഗണം അവരുമായി ആകാശ കയറി. അന്നു 2 നാരന്മാർ വയലിൽ വേലക്കിരിക്കും. അന്നു 2 നാരൻ ഇരിക്കും. 1 ദൂതനെടുക്കും, തോഴന് കൈവടിയും. ആമേൻ. 1 ദൂതൻ എടുക്കും, തോഴന് കൈവടിയും. തിരികല്ലിൽ പൊടിക്കും 2 നാരി ജനങ്ങൾ. തിരികല്ലിൽ പൊടിക്കും 2 നാരി ജനങ്ങൾ. ഒരുത്തി വാനിലേറും, മറ്റവളെ വെടിയും. ഒരുത്തി വാനിലേറും, മറ്റവളെ വെടിയും. ഉള്ളമുയരും, ഉള്ളങ്കാൽ പൊങ്ങും. ഉള്ളമുയരും, ഉള്ളങ്കാൽ പൊങ്ങും. തള്ളുമോ ഞാൻ ഇത്ര വലിയ പ്രത്യാശ? തള്ളുമോ ഞാൻ? കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എനിക്ക് തോന്നുന്നത് പേരിശ്ശേരി മത്തായിച്ചൻ എഴുതിയ പാട്ടാണ് തോന്നുന്നത്. എന്തായാലും നല്ല പാട്ടാ. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. അതാണ് 1-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകളാ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. അവിടെ തിരിഞ്ഞപ്പോൾ, ഒന്നുകൂടെ വായിച്ചോ 13-ാം വാക്യം. തിരിഞ്ഞപ്പോൾ
7 പൊൻ നിലവിളക്കുകളെ ഈ നിലവിളക്കുടെ നടുവിൽ നിലയങ്ക് ധരിച്ച് മാറത്ത് പൊൻകച്ചകെട്ടവനായി മനുഷ്യപുത്രന്റെ സദൃശനായവനെ ഞാൻ കണ്ടുപെടുത്തത്. ഡൈ അല്ലല്ലോ. സ്തോത്രം. എല്ലാവരും ഒരു അഡ്ജസ്റ്റിൽ അങ്ങ് ഇരിക്കുക. ആട്ടെ, നന്നായി വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ തലയിൽ ഈ വെളുത്ത പഞ്ഞി പോലെ വായിച്ചേ, ഹിമത്തോളം വെള്ള എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഷയെ പറയുക, ഭാഷയൊന്നും അത്ര നല്ലതല്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നോക്കിയപ്പോൾ, തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു രൂപം കാണുക, തേജസ്കരിക്കപ്പെട്ട യേശുവിൻ്റെ രൂപം. ആ രൂപത്തിൻ്റെ അംഗപ്രത്യംഗ വർണ്ണന, അവൻ്റെ തലയും തലമുടിയുമെല്ലാം വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം എങ്ങനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഭാഷയെ പറയുകയാ. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മുതുക്കനിരിക്കുന്നെന്നല്ല അതിൻ്റെ അർത്ഥം. തലയും തലമുടിയല്ല വെളുത്ത്. നമ്മൾ അങ്ങനെ ആണെന്നല്ലോ ആൾക്കാരെ. പ്രായം ഉണ്ടെന്നാണ് തോന്നുന്നത്. പ്രായം കുറവാ. എന്നാൽ ഈ പുള്ളിയേക്കാളും പ്രായമാ, അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ടാ. ചെല്ലി വയ്ക്കല്ലേ, എന്തുകൊണ്ട് പ്രായം കണ്ടിട്ട് എന്നാ തോന്നുന്നു. കണ്ടാലൊന്നും പിടികിട്ടുകയല്ല. പിന്നെ പോട്ടെ, ഇപ്പം അത് അങ്ങനെയൊക്കെയാ. ദൈവത്തിൻ്റെ മഹത്വം. ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ പോയി. അമ്മച്ചി നമ്മുടെ സണ്ണിച്ചായൻ്റെ അമ്മ. അപ്പോൾ അവിടെ ഞങ്ങൾ രാവിലെ ചെന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അമ്മച്ചി നല്ല മിടുക്കിയായിട്ട് സ്റ്റെയർകേസുമൊക്കെ കയറി ഇറങ്ങൊക്കെ വെച്ച് മിടുക്കിയായിട്ട് നിൽക്കുന്നു. അധികം മണ്ണമൊന്നുമില്ല, നല്ല മിടുക്കി ഒരമ്മ. തലമുടിയെല്ലാം നന്നായിട്ട് നരച്ചതാ, വെള്ളി കെട്ടിയതുപോലെ. അപ്പം ഞാൻ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് പ്രായം, സ്നേഹിച്ച് ചോദിച്ചതാ കേട്ടോ. എന്നോട് ഞങ്ങളുടെ അച്ചൻകുഞ്ചായനെ, കപ്പാമ്പുട്ടിലെ അച്ചൻകുഞ്ചാൻ പറഞ്ഞ് 2-3 കാര്യം ചോദിക്കരുതെന്ന. ഏജ് ചോദിക്കരുത്, സ്റ്റേജ് ചോദിക്കരുത്, പിന്നെ ഏജ്. ഞാൻ പറഞ്ഞ തെറ്റിയോ ഇംഗ്ലീഷ്? ഞാനും ഒരു ഇംഗ്ലീഷ് പറയട്ടെ, നിങ്ങൾ തന്നെ. എനിക്കും ആഗ്രഹമില്ലയോ ഒരു ഇംഗ്ലീഷ്? എന്താ വേച്ചാ? പിന്നെ അപ്പം ഇതൊന്നും ചോദിക്കരുതെന്നാ. ഞാൻ പിന്നെ അമ്മയോട് അങ്ങ് ചോദിച്ചു. അപ്പം ചോദിച്ചു. ഞാൻ ആ ചോദ്യത്തിൽ തന്നെ ചോദിച്ചു, 10-75 ഉണ്ടോ എന്ന് ചോദിച്ചു. കണ്ടാ പറയും. അപ്പോൾ അമ്മ എന്നോട് പറയാ 92 കഴിഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തണം. നല്ല പ്രത്യാശയുള്ളൊരമ്മ. അങ്ങനെയുള്ള അമ്മമാരുണ്ട്. സ്തോത്രം. ചിലരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരെ. ഇനി അത് പറഞ്ഞൊരു ആരോഗ്യം യോഗം കഴിയുമ്പോൾ അരിശം കയറി വാവച്ചാൽ നമുക്ക് പോയേക്കാം. ഇനി ഒരു യോഗത്തിന് ഇവിടെ അങ്ങനെ ഒരു ആരോഗ്യം വേണ്ട. നല്ല രീതിയിൽ നമുക്ക് പിരിയാം. അപ്പൊ തലയും തലമുടിയെല്ലാം വെളുത്ത് ഹിമത്തോളം പഞ്ഞി പോലെ എന്ന് പറഞ്ഞാൽ ഒരു കിളവൻ അല്ലെങ്കിൽ ഒരു മുതുക്കൻ, നാടൻ ഭാഷ അങ്ങനെ ഇരിക്കുന്നല്ല. ആ തലമുടി നരച്ചതും ആ വെളുത്ത് ഹിമത്തോളം വെള്ളയായി തീർന്നത് അവിടുത്തെ പൂർവാസ്തിത്വത്തെ കാണിക്കുന്നതാ. എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് മുളച്ച് കിളിച്ചു വന്നൊരു പുത്തൻ ദൈവമല്ല. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു അനാദിയായും ശാശ്വതമായുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാണുന്ന സകല ചരാചരങ്ങളും അണ്ടകടാകങ്ങളെ നിർമ്മിക്കുന്നതിന് മുമ്പ്, ഈ സകലത്തെയും അവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അവൻ സ്തോത്രം, അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. ആമേ. 90-ാം സങ്കീർത്തനം നമുക്ക് മനഃപ്പാഠമാ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാ എന്ന് പറഞ്ഞാൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നെയും നിങ്ങളെ രക്ഷിച്ച് വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മുടെ പാപത്തെ മോചിച്ച് നമ്മെ രക്ഷിച്ച് നമുക്ക് സമാധാനം നൽകി നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് അനാദിയായും ശാശ്വതമായുള്ള ദൈവമാ.
50 വർഷമോ 100 വർഷമോ 1000 വർഷം പഴക്കമുള്ള ഒരു ദൈവമല്ല. ആർക്കും അവിടുത്തെ പഴക്കത്തെ പറ്റി നിർണയിക്കാൻ ഒക്കത്തില്ല. ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് അവിടുന്ന് അനാദിയായും ശാശ്വതമായി നമ്മുടെ ദൈവമാ. ആ കർത്താവ് നമ്മെ രക്ഷിച്ചു. യേശു നമ്മെ വീണ്ടെടുത്തു. യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തി. യേശുവിന്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വീണ്ടെടുത്തവൻ, നമ്മെ രക്ഷിച്ചവൻ, നമ്മെ വിടിവിച്ചവൻ, നമ്മെ സഹായിച്ചവൻ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അറക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. അറക്കപ്പെട്ട കുഞ്ഞാട്. കർത്താവേ നീ യോഗ്യൻ. കുഞ്ഞാടേ നീ യോഗ്യൻ. നീ ഞങ്ങളെ വീണ്ടെടുത്തു. നീ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി. നീ ഞങ്ങളെ രക്ഷിച്ചു. നീ ഞങ്ങളെ വിലക്ക് വാങ്ങി. നീ ഞങ്ങളെ രാജകീയ പുരോഗത വർഗമാക്കി തീർത്തു. ഞങ്ങളെ വീണ്ടെടുത്ത ദൈവത്തിന്റെ കൃപ. അടിമ തുനബല ബടബല ഭിരിഭിരി ഭിഗബല. ദൈവകൃപ, 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 ദൈവകൃപ. യേശുവിന് മഹത്വം. കർത്താവിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. രാജാതി രാജാവിന് മഹത്വം. മഹത്വം, മഹത്വം, മഹത്വം. കുഞ്ഞാടേ നീ യോഗ്യൻ. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോചത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ഓ ദൈവ കുഞ്ഞാടവൻ ചേർന്ന്. ഓ മോചത്തിൽ കേൾക്കുന്ന ശബ്ദമത് സ്തുതിച്ചിടാം. ലത്തിനിരച്ചിപ്പോൾ ജാം. ഓ സ്തുതിച്ചിട വെള്ളത്തിനിരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാ ജയമെടുത്തോർന്നാം ചീടുവോ അതിനു യോഗ്യൻ ക്രിസ്തുപത്രേ. ഓ ജയമെടുത്തോർന്നാം ചീടുവോ യോഗ്യൻ ക്രിസ്തുപത്രേ. മാലൂര്യ ാൽ അവനെല്ലാം പുകഴ്ത്തിട. മാധുര്യ രാഗമഗീതങ്ങൾ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം ദീർഘമാക്കുന്നില്ല. ദൈവം അനുവദിക്കുന്ന പക്ഷം നാളെ ഏറെ സമയം, എൻ്റെ അറിവ് ശരിയെങ്കിൽ തുടർമാനമായിട്ട് പ്രാർത്ഥനയാണല്ലോ. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നമുക്ക് നാളെ ആയിരിക്കാം. ഒരല്പം മിനിറ്റ് കൂടെ പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം. അപ്പം ചിലരെ എന്നെ പറ്റി ധരിച്ചിരിക്കുന്ന അയാൾക്ക് ബോധമൊന്നും ഉള്ളവനല്ല. തുടങ്ങിയാൽ നിർത്താനൊന്നും അറിയത്തില്ല. അങ്ങനൊന്നും അല്ല. ചില വെളിവൊക്കെ ഉണ്ട് എനിക്ക്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് നമുക്ക് കൃത്യസമയത്ത് യോഗം നിർത്താം. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, തിരിഞ്ഞപ്പോൾ കണ്ടത് തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ. ഞാനൊരു കാര്യം പറയാം. നമ്മൾ കാണുന്നതെല്ലാം കോടാലിയാ കാണുന്നത്. എന്നെയും കൂടെ പക്ഷേ ഞാനൊരു കാഴ്ച കണ്ടു. എന്തുവാ അമ്മാമ്മേ? പാമ്പ് തറ കൂടിയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി. കണ്ടതല്ല ഇതാ. അപ്പോൾ അടുത്ത ആള് ദൈവദാസനെ മിനിഞ്ഞാന്ന് ഞാൻ മെപ്രാളപ്പെട്ടു പോയതിന് ഒരു വെട്ടുപോത്ത് തന്നെ. ഞാൻ ഓടി അവസാനം ഒരു കയ്യാല വഴി വലിഞ്ഞ്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. പണ്ടൊരാൾ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഞാൻ ഒരു ദർശനം കണ്ടെന്നോ. എന്നെ രാത്രി ഒരാൾ പൊക്കിക്കൊണ്ട് അങ്ങ് കൊണ്ടുപോയിട്ട് താഴോട്ടിട്ട്. ഞാൻ ഒറ്റ അലറിച്ച. അച്ഛൻ എനിക്കിട്ട് ഒറ്റ അടി. അച്ഛൻ അടുത്ത് കിടക്കുക. മുതുമാതനെയൊക്കെ എന്നിട്ട് കിടന്ന് അലറുന്നെന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ ചിരിക്കാനും രസിക്കാനും പറഞ്ഞതല്ല, നമ്മൾ കാണുന്നതല്ല. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ബൈബിൾ സ്കൂളിൽ നടന്ന കാര്യം. എപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. അന്നൊക്കെ ബൈബിൾ സ്കൂളിലെ ബിഷപ്പിന് ചിലപ്പോൾ ലഭിച്ചെന്ന് വരികയല്ല. ഓരോരുത്തർക്കും ബിഷപ്പ് ഉണ്ടനുസരിച്ച് ചിലപ്പോൾ കണക്കല്ലേ, 2 ചപ്പാത്തിയോ അങ്ങനെയൊക്കെ അന്നത്തെ കാലം. അപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ 2-3 പേരെ വിട്ടു കിച്ചൺ ഡ്യൂട്ടിക്ക്. അപ്പം അവർ ചപ്പാത്തി ഉണ്ടാക്കിയതിൽ ഒരാൾ ആരും കാണാതെ ഒരു 5-6 ചപ്പാത്തി പൊതിഞ്ഞ്
ഡോർമെട്രി കൊണ്ടുവച്ചു. പുള്ളി കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ വിശപ്പ് കൊണ്ടാ തലയണയെല്ലായിട്ട് അതിന് അടിയിൽ വെച്ചു. അപ്പം പുള്ളി ചിന്തിച്ചത് എല്ലാവരും കിടന്നുറക്കം കഴിഞ്ഞ് എടുത്ത് കഴിക്കാൻ, മറ്റു ദോഷമായിട്ട് ചിന്തിക്കണ്ട. എന്നിട്ട് എല്ലാവരുടെയും കൂടെ പുള്ളി ഇരുന്ന് 2 ചപ്പാത്തി കഴിച്ചു. തിരിച്ചു വന്നു, ഡോർമെട്രി വന്ന് പഠനവും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് എല്ലാവരും വിശ്രമിച്ച് ലൈറ്റ് ഓഫാക്കി. പുള്ളി എല്ലാവരും കിടന്ന കൂടെ കിടന്നു. എന്നാൽ എല്ലാവരും ഉറങ്ങിയിട്ട് എഴുന്നേറ്റ്. പക്ഷെ പുള്ളി അങ്ങ് മയങ്ങിപ്പോയി, പാവം. രാത്രിയായപ്പോൾ പുള്ളി ഒരു സ്വപ്നം കാണുക. മുമ്പേ പറഞ്ഞ പോലെ ഒരാൾ വന്ന് പുള്ളി എടുത്തുകൊണ്ട് അങ്ങ് കൊണ്ടുവന്ന് അങ്ങ് മേളിൽ കൊണ്ടുമ്പോൾ താഴോട്ടിട്ടു. അയ്യോന്നും പറഞ്ഞ് ചാവുകയെന്നും പറഞ്ഞ് അലറി. അപ്പം കൂടെ കിടന്ന സഹോദരന്മാരൊക്കെ റൂമിലുള്ളവർ ലൈറ്റ് ഇട്ടു, വെട്ടി വിയർത്ത്. അവിടെ ഒരാൾ വന്ന് കർച്ചീഫ് എടുത്ത് തുടച്ച് കൊടുത്ത് പറഞ്ഞ് ചാരി ഇരുത്താൻ പറഞ്ഞു. അപ്പം പെട്ടെന്ന് തലയണ എടുത്ത് ചാരിയപ്പം തലയണയുടെ അടിയിലെ ഒരു പൊതി എടുത്ത് നോക്കിയപ്പോൾ 5 ചപ്പാത്തി. നമുക്ക് രസകരമായി തോന്നിയാലും അല്ല, അത് നല്ലതായി. സൂത്രം കാണിക്കുന്നവർക്കൊക്കെ അതൊരു ഞാനും നിങ്ങളുമൊക്കെ കാണുന്നത് ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് ചിലപ്പോൾ നല്ലതുവാ. ചില നരകത്തെ പറ്റി അപ്പോൾ ഒരാൾ പറഞ്ഞാൽ അത് നല്ലതാണ്, അങ്ങോട്ട് പോകാതിരിക്കാനുള്ള ചിന്തയെങ്കിലും ഉണ്ടാകുമല്ലോ. ഞാനും നിങ്ങളും കാണുന്നതല്ല ഇങ്ങനെയുള്ള വെളിപ്പാടുകളാണ്. വെളിപ്പാട് പുസ്തകത്തിൽ എല്ലാവരും കാണുന്നത് അങ്ങനെയുള്ള കാര്യമാണ്. ഏലാ, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ, 12 നക്ഷത്രം, കാൽക്കീട് ചന്ദ്രനെ. പിന്നെ 12-ാം അധ്യായത്തിന് 3 വായിച്ചേ, 12-3, വെളിപ്പാട് 12:3. പെട്ടെന്ന് സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി, 7 തലയും 10 കൊമ്പുമുള്ളതായി. തീ നിറമുള്ള ഒരു മഹാസർപ്പം. ഇനി 13 ഞാൻ വായിപ്പിക്കുന്നില്ല. അപ്പൊ തീ നിറമുള്ള മഹാസർപ്പം, പിന്നെ സമുദ്രത്തിന് കയറി വന്ന മൃഗം, ഇങ്ങനെയുള്ള പ്രശ്നം. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഞാനൊരു കാര്യം ഇതൊക്കെ കണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം കണ്ടേച്ച് നീയെ കുഴയും. പക്ഷെ കാണേണ്ടത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. നമ്മൾ ഇതെല്ലാം കണ്ടേച്ച് പിന്നെ പ്രാർത്ഥിച്ച് ഒന്നേ കിടക്കുക, അല്ലേ വെപ്രാളപ്പെടുക. എന്നാൽ ആദ്യം കാണേണ്ടത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. അതല്ലേ 1-ാം അധ്യായത്തിൽ ഈ വെളിപ്പാട് കാണിച്ചേ. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് കാണിക്കാൻ ഒരു ചിന്ത പറയാ. താഴോട്ടുള്ള അധ്യായം വരുമ്പോൾ ഭയാനകമായ, ഭീതിപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, വെപ്രാളപ്പെടുത്തുന്ന പല വെളിപ്പാടുകളായി ഇനി അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ അധ്യായത്തിൽ തന്നെ യേശുവിന്റെ വെളിപ്പാട് കാണിച്ചേക്കുന്നത്. എന്റെ ഭാഷ പറഞ്ഞ ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏത് വെളിപ്പാട് കണ്ടാലും നീ പേടിക്കത്തില്ല, നീ ഭയപ്പെടത്തില്ല. കാണേണ്ട വെളിപ്പാട് യേശുവിന്റെ വെളിപ്പാടാ. നമുക്ക് വേണ്ടി ഒരുവൻ അറക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ഒരുവൻ ജീവനെ തന്നിരിക്കുന്നു, നമുക്ക് വേണ്ടി ഒരുവൻ യാഗമാക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് വേണ്ടി ഒരുവൻ രക്തം ചിന്തി. ഹല്ലേലൂയ. ഞാൻ എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയാ, ഈ വെളിപ്പാട് കണ്ടേച്ച് പിന്നെ എന്തോ വെളിപ്പാട് കണ്ടാലും എപ്രാളം വരികയില്ല. ഈ വെളിപ്പാട് കാണാതെ നീ വേറെ വെളിപ്പാട് കണ്ടാൽ നിന്റെ ജീവിതം തകരും, വെപ്രാളമാകും, പരവേശമാകും, ഭീതിയാകും. എന്നാൽ യേശുക്രിസ്തുവിനെ പറ്റി വെളിപ്പാട് കണ്ടാൽ, കർത്താവിനെ ഒന്ന് കണ്ടേ, സ്തോത്രം, എല്ലാ നിരാശയും മാറും, ഒരു ഭാരവും പിന്നെ വരികയല്ല. അവിടുത്തെ നല്ലതുപോലെ ഒന്ന് കണ്ടേ. ഞാൻ എപ്പോഴും പറയാനുണ്ട്, ഒരാൾ കാണാനായിട്ട് ഓടിയല്ലോ സക്കായി. അവിടെ എഴുതിയേക്കുന്നത് എങ്ങനെ ഇരിക്കുന്നവനെന്നൊന്ന് കാണാനാ. ആള് കുറുകിയവനാ. അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, അലോഗ്യം ഉണ്ടാകും. ചിരിക്കുന്നവർക്ക് മനസ്സിലായി. നിങ്ങൾ ഇനി ബാക്കിയുള്ളവരോട് പറ, എന്തിനാ എന്നെ പ്രതിയാക്കുന്നേ? അപ്പം നിങ്ങളെ കുറവാ. പക്ഷെ ഇവനൊരു ആഗ്രഹം, യേശുവിനെ ഒന്ന് എങ്ങനെ ഇരിക്കുന്നവനെന്ന് കാണണമെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നില്ല. പുള്ളി മുന്നോട്ട് ഓടി. നമ്മൾ പുറകോട്ടാണ് ഓടുന്നത്, അതാ കാണാത്ത. മുന്നോട്ട് ഓടി, തത്തിപ്പിടിച്ചൊരു അത്തിമരത്തിൽ കയറി, കാട്ടത്തി. യേശു താഴെ വന്ന് മേളിലോട്ട് നോക്കി, ഉരുണ്ട് വീഴാതെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഉരുണ്ട് വീടെന്ന് എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇറങ്ങി വരാൻ പറഞ്ഞു. കാരണം ഇവന് യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. രോഗിയെ സൗഖ്യമാക്കുന്ന, രക്തസ്രവക്കാരിക്ക് സൗഖ്യം കൊടുത്തിരിക്കുന്ന,
മഞ്ചത്തെ തൊട്ടപ്പോൾ മരിച്ച ചെറുക്കൻ ചാടി എഴുന്നേറ്റ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച, പത്രോസിന്റെ അമ്മാവിയമ്മയ്ക്ക് പനി സൗഖ്യമാക്കിയ, സ്തോത്രം സ്തോത്രം, യായിറോസിന്റെ ഭവനത്തിൽ അത്ഭുതം ചെയ്ത യേശു, കുഷ്ഠരോഗിയെ തൊട്ട് സുഖമാക്കിയ യേശു. ഇങ്ങനെ യേശുവിനെ പറ്റി ഒത്തിരി കേട്ടു. അപ്പൊ പുള്ളിക്കൊരു ആഗ്രഹം, എങ്ങനെയുള്ളവനെന്ന് കാണണം. ഓടി കാണാനാ ഓടി ബന്ധപ്പെട്ടത്. പക്ഷേ കർത്താവ് അവന്റെ നല്ല ആഗ്രഹത്തെ കണ്ടേച്ച് പറയാ, ഇന്ന് രാത്രി നിന്റെ വീട്ടിലാന്ന്, ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ. നല്ല ആഗ്രഹത്തെ ദൈവം നിവർത്തിച്ചു തരും. നിനക്ക് രക്ഷിക്കപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ അവസരം ദൈവം തരും. നിനക്ക് സ്നാനപ്പെടുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവസരം ദൈവം ഒരുക്കി തരും. നിനക്ക് അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവസരം ദൈവം ഒരുക്കി തരും. നിനക്ക് വേർപാട് പാലിച്ച് ജീവിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവ സാവകാശം ഒരുക്കി തരും. കർത്താവിന്റെ വേല ചെയ്യുവാൻ നിനക്ക് താല്പര്യവും സമർപ്പണമാണെങ്കിൽ അവസരം ദൈവം തരും. നല്ല ആഗ്രഹത്തെ ദൈവം മാനിക്കും. പ്രൈസ് ദി ലോർഡ്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ കർത്താവിനെ ഒന്ന് കണ്ടേ. നമുക്ക് ഇന്ന് രാത്രി ആ കർത്താവിനെ ഒന്ന് ദർശിക്കാം. ബാക്കി ഭാഗം ഞാൻ ഇന്ന് പറയുന്നില്ല, ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് ചിന്തിക്കാം. യേശുവിനെ പാസ്റ്റർമാരെ അല്ല കാണേണ്ടത്, വിശ്വാസികളെ ഒന്നും നമ്മൾ ഇവരെയൊക്കെ ആയി കാണുന്നത് കാണരുതെന്നല്ല, കർത്താവിനെ കാണുക. അവിടുത്തെ ഒന്ന് നല്ലതുപോലെ കണ്ടേ. യേശുവിനെ നല്ലതുപോലെ കണ്ടേച്ച് പിന്നെ എന്തോ കണ്ടാലും നിരാശ വരികയല്ല. മൃഗത്തെ കണ്ടാലും നിരാശ വരികയില്ല, പാമ്പിനെ കണ്ടാലും നിരാശ വരികയില്ല, ഘോരവും ഭയങ്കരമായ മൃഗത്തെ കണ്ടാലും പ്രയാസം വരികയില്ല. കാണേണ്ട വെളിപ്പാട് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. പ്രൈസ് ദി ലോർഡ്. ആ വെളിപ്പാട് കണ്ടവർക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്.